ചങ്ങായിമാരെ ഞാനെന്ന് പറയാൻ പോകുന്നത് ഒരു സംഖ്യയെ കുറിച്ചാണ്. ഞാൻ ഭാരതീയൻ എന്ന് പേരിട്ട ഒരു സംഖ്യയെ കുറിച്ചിട്ട്. ഒരു ഒറിജിനൽ നേമല്ലാട്ടാ ഞാൻ ഭാരതീയൻ എന്ന്. ഓനോന്റെ ഫേസ്ബുക്കിലിട്ട പേരാണ് ഞാൻ ഭാരതീയൻ എന്ന്. എനിക്ക് തോന്നുന്നത് ഓനാ പേരിട്ടത് ഓനെ വിമർശിച്ചു കഴിഞ്ഞാല് ഭാരതത്തിനെ വിമർശിച്ചെന്ന് പറ്റി കേസ് കൊടുക്കാൻ വേണ്ടിട്ടാ തോന്നുന്നു. ഓൻ പറയാന്ന് ഇന്നലെ പാലക്കാട് വെച്ചിട്ട് ഒരു പാവത്തിനെ കുറെ സംഖ്യകൾ തല്ലിക്കൊന്നിട്ട് ആ തല്ലിക്കൊന്ന കേസിലെ പ്രതികള് സംഖ്യകളാണെന്ന് ആരും പറയാൻ പാടുള്ളൂ. ആ പ്രതികളുടെ രാഷ്ട്രീയം ആരും പറയാൻ പാടുള്ളൂ. ഇതാരാ പറയുന്നത്? മറ്റേത് പാർട്ടിക്കാർ പ്രതികളായാലും ശരി, മറ്റേത് മതക്കാർ പ്രതികളായാലും ശരി, ഇവനൊക്കെ ആ മതത്തിനെയും രാഷ്ട്രത്തിനെയും കുറ്റം പറയാം. പക്ഷെ സംഘികൾ ഏതെങ്കിലും കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവരുടെ പേരോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും പറയാൻ പാടില്ല. നല്ല ന്യായീകരണം തന്നെ എന്റെ ഭാരതീയ. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഭാരതീയൻ ഉളുപ്പം നാടുമാലാണ് ഒരു വീഡിയോ ചെയ്തതിന്. ആ വീഡിയോ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് കേട്ടിട്ട് വന്നാലോ? എല്ലാവരും പാലക്കാട് ഒരു അതിഥി തൊഴിലാളികളെ ഒരു കൂട്ടം നരാധവന്മാർ തച്ചു കൊന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പാലക്കാട് നടന്ന ഈ സംഭവം അങ്ങേയറ്റം ലജ്ജാകരവും ദൗർഭാഗ്യകരവുമാണ്. ഒരാളെ കേവലം സംശയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അയാളുടെ വേഷമോ ഭാഷയോ നോക്കി ബംഗ്ലാദേശി എന്ന് മുദ്രകുത്തി തല്ലിക്കൊല്ലുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത നരാധമന്മാർ നമ്മുടെ എല്ലാം ഇടയിലുണ്ട് എന്നതാണ് ഇതിന്റെ അർത്ഥം. നിയമത്തെയും നമ്മുടെ ഭരണഘടനയും വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിൽ നരനായാട്ട് നടത്തുന്ന നരാധമന്മാർ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കളങ്കമാണ്. ആരെയോ എപ്പോഴോ മോഷ്ടാവെന്നോ ബംഗ്ലാദേശിയെന്നോ പറഞ്ഞ് തച്ചു കൊല്ലുന്ന അവസ്ഥ വളരെ ഭയാനകമാണ്. പലപ്പോഴും അതിഥി തൊഴിലാളികളോ മാനസിക അസ്വസ്ഥമുള്ളവരോ പാവപ്പെട്ടവരുമാണ് ഇത്തരം ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാകപ്പെടുന്നത്. ഒരാൾ ഒരു കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ അത് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. പകരം അയാളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നത് കൊലപാതകമാണ്. ഇതിന് നേതൃത്വം നൽകിയവർക്കും കൂട്ടുനിന്നവർക്കും മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കണം. പിന്നെ ഇതിനെ ചിലര് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി പോസ്റ്റുകൾ ഇടുന്നു. ആ പോസ്റ്റുകൾ ഇടുന്നത് ഈ നാട്ടിലെ കമ്മി കൊങ്ങി ജിഹാദികൾ തന്നെയാണ്. ഇവന്റെ കഥാപ്രസംഗം തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ ആദ്യമായിട്ട് ഇവന്റെ സംഖ്യക്കെതിരെ ഒരു വീഡിയോ ഇടുകയാണെന്ന്. പക്ഷെ ഇവന്റെ കഥാപ്രസംഗം പകുതി എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇവൻ സംഖ്യക്കെതിരെ ഒരു അക്ഷരം ഉണ്ടെന്നില്ല. ഈ കേസിൽ ഒരു കുറ്റവും ചെയ്യാത്ത കമ്മികളെയും കൊങ്ങികളെയും സുഡാപ്പികളാണ് ഇവൻ ഈ കേസിൽ പ്രതിയാക്കുന്നതെന്ന്. പക്ഷെ ഈ ചെറ്റത്തരം കാണിച്ച സംഖ്യക്കെതിരെ മാത്രം ഈ ചങ്ങായി ഒരു അക്ഷരം ഉണ്ടിയില്ല. പിന്നെ ഇവൻ പറയുന്ന കേട്ടില്ലേ, നിയമം കയ്യിലെടുത്തിട്ട് നരനായാട്ട് നടത്തുന്നവര് ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന്, അവരെ പേടിക്കണമെന്ന്. എന്റെ ഭാരതീയ മുത്തേ, അത് തന്നെയല്ലേ നമ്മൾ ഇത്രയും കാലമായിട്ട് പറയുന്നത്. ഇങ്ങനെ നിയമം കയ്യിലെടുത്തിട്ട് ആൾക്കാരെ തല്ലിക്കൊല്ലുന്നത് സംഘികളാണെന്ന് തന്നെയല്ലേ നമ്മളൊക്കെ പറയുന്നത്. നീ എന്താണ് അതുമാത്രം സമ്മതിക്കാത്തത്? നിന്റെ കഥാപ്രസംഗത്തിൽ എവിടെ എന്താ പ്രതികളായ സംഖ്യക്കെതിരെ ഒരക്ഷരം നീ ഉണ്ടാത്തത്? മറ്റുള്ള രാഷ്ട്രീയക്കാർ എന്തെങ്കിലും കേസിൽ പ്രതികളായി കഴിഞ്ഞാൽ സംഖ്യക്ക് അവരുടെ മതം പറയാ, ജാതി പറയാ, രാഷ്ട്രീയം പറയാ. പക്ഷെ സംഖ്യകൾ ഏതെങ്കിലും കേസിൽ പ്രതികളായി കഴിഞ്ഞാൽ ഒരാള് പോലും അവരുടെ രാഷ്ട്രീയം പറയണേ പാടില്ല. നടക്കൂല മോനെ ഭാരതീയ, നടക്കൂല. ഇത് വെള്ളരിക്കപ്പെട്ടണല്ല, ഇത് ഇന്ത്യയാണ്, ഭാരതം. ഇവിടെ നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. എന്ത് ചെറ്റത്തരം കാണിച്ചാലും ആര് കാണിച്ചാലും ഏത് തമ്പുരാനായാലും ശരി പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ ഭാരതീയന്റെ അടുത്ത നൊട്ടിച്ചിൽ കേൾക്കാം. കാരണം ഇങ്ങനെ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് ഇതിനു മുമ്പ് പല രീതിയിൽ ആൾക്കൂട്ട കൊലപാതകം ഈ കേരളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമങ്ങളോ ഒരു കമ്മി കൊങ്ങി ജിഹാദികളോ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല. മലപ്പുറം കീഴശ്ശേരിയിൽ രാജേഷ് മാജി എന്ന ഒരു അതിഥി തൊഴിലാളിയെ ഒരു കൂട്ടം ആൾക്കൂട്ടർ ചേർന്ന് തച്ചുകൊന്നു. അതിലും അറസ്റ്റിലായ പ്രതികളുടെ രാഷ്ട്രീയം നമ്മൾ നോക്കിയിട്ടില്ല, രാഷ്ട്രീയം പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് നടത്തിയ ഒരു കൊലപാതകത്തെ അതിനെ രാഷ്ട്രീയത്തിന്റെ മാനറിലോട്ട് കൊണ്ടുവരാൻ ഇവിടുത്തെ ഇടതു വലത് കൊങ്ങി കമ്മി ജിഹാദികൾ കാണിക്കുന്ന പോക്കൃത്തരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തികൾക്കും രാഷ്ട്രീയമുണ്ട്. അവരവർ ചെയ്യുന്ന പോക്കൃത്തരങ്ങൾക്ക് മറപിടിക്കാനുള്ളതല്ല രാഷ്ട്രീയം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ നേതാവ് അയാൾ പറഞ്ഞിരിക്കുകയാണ്, വെറുപ്പുൽപാദനത്തിന്റെ ഇരകൾ നിരപരാധികളായ മനുഷ്യരാണ്. നിരന്തരമായി വെറുപ്പുൽപാദിപ്പിച്ച് താൽപര്യങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വത്തിനും അതിൽ അഭിരമിക്കുന്ന പൊതുസമൂഹത്തിനും നൽകുന്ന വലിയൊരു താക്കീതാണിത്. ഈ ഏമൻ മധുവിന്റെ കേസിലെ പ്രതികളെയോ ഇല്ലെങ്കിൽ രാജേഷ് മാജിയുടെ കേസിലെ പ്രതികളുടെയോ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടില്ല. കാരണം അതിലൊക്കെ നമ്മന്റെ ആൾക്കാരാണല്ലോ. കണ്ട ആരെങ്കിലും ഏതെങ്കിലും കേസിൽ പ്രതികളായി കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയമോ മതമോ പറയാത്ത ഇവൻ തന്നെ ലാസ്റ്റ് അവരുടെ മതം പറഞ്ഞേണ്ട. എന്റെ പൊന്നു ഭാരതീയ, നീ എത്രയൊക്കെ നിന്റെ വർഗീയത എന്ന വിഷം ഒളിപ്പിച്ചു കഴിഞ്ഞാലും ആ വിഷം നീ പോലും അറിയാതെ നിന്റെ വായിന്ന് പുറത്തു വന്നു പോകും. പിന്നെ നീ ഇന്നലെ മലപ്പുറത്ത് നടന്നെന്ന് പറഞ്ഞൊരു പച്ചക്കള്ളുണ്ടല്ല, രാജേഷ് മാജിയുടെ കൊലപാതകം. അത് ഇന്നലെ നടന്നതല്ല, അത് 2023 നടന്നത് എന്റെ ഭാരതീയ. പിന്നെ അന്ന് നടന്നതായാലും ആ മലപ്പുറത്ത് നടന്ന കൊലപാതകത്തെയും ഞാൻ എവിടെയും ന്യായീകരിക്കുന്നില്ല. അതിനൊന്നും ന്യായീകരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. പക്ഷേ ആ കൊലപാതകം നടന്നത് പാതിരാത്രിയിലാണ്. കള്ളനാണെന്ന് വെച്ചിട്ടാണ് അവനെ ആക്രമിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാലും അയാൾക്കെതിരെയും ഒരക്രമവും നടത്താൻ പാടില്ലായിരുന്നു. പക്ഷെ ആ ഒരു സംഭവത്തെ നീ ഇന്നലെ നടന്ന പാലക്കാട് നടന്ന നരനായാട്ടുമായിട്ട് ബന്ധപ്പെടുത്തല്ല എന്റെ ഭാരതീയ. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ അങ്ങനെ പറയില്ലായിരുന്നു. ഛത്തീസ്ഗഡിൽ ജീവിക്കാൻ ഒരു മാർഗവുമില്ലായിട്ട് ഇങ്ങ് കേരളത്തിൽ ജോലിക്ക് വന്നൊരു പാവത്തിനെ പിടിച്ചു നിർത്തിയിട്ട് കുറച്ച് നാറിയ സംഖ്യകൾ കൂടിയിട്ട് തല്ലിക്കൊന്നിട്ട് അതിനെ വേറൊരു കേസുമായിട്ട് താരതമ്യം ചെയ്യാനും അതിനെ ന്യായീകരിക്കാനും കുറച്ചെങ്കിലും ഉളുപ്പും നാണവുമാരുണ്ടെങ്കിൽ ഈ പണിക്ക് നീ നിൽക്കുക ഭാരതീയ. നമുക്കിനി അവൻ അവസാനമായിട്ട് എന്താണ് തള്ളുന്നും കൂടി കേട്ടിട്ട് വന്നാലോ.
എന്തായാലും പാലക്കാട് നടന്നത് അങ്ങേയറ്റം മൃഗീയമായ ഒരു കാര്യമാണ്. ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു. ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ഇവർക്ക് തക്കതായ കൃത്യമായ ശിക്ഷ തന്നെ വിധിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിലെവിടെയും രാഷ്ട്രീയത്തിന്റെ മാനറില്ല. ഈ നാട്ടിൽ സ്വൈര്യവും സ്വസ്ഥവുമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാരതീയൻ ഒരുപാട് ഭാരതീയന്മാരിൽ ഒരാൾ മാത്രമാണ്. എന്റെ ഭാരതീയ, നീ മാത്രമല്ല ഭാരതീയൻ. ആ കൊല്ലപ്പെട്ട രാംനാരായണും ഒരു ഭാരതീയനായിരുന്നു. ഈ ഭാരതത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള എല്ലാ അധികാരമുള്ള ഒരു ഭാരതീയൻ. അങ്ങനെയുള്ള ഈ ഭാരതത്തിൽ ഒരാൾ ഭാരതീയനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കുറച്ച് ചാണക സംഖ്യകളല്ല. ഒരാളുടെ രാജ്യസ്നേഹം വളക്കേണ്ടതും കുറച്ച് ചാണക സംഖ്യകളല്ല. ഒരാളുടെ രൂപം കണ്ടാല്, ഒരാളുടെ നിറം കണ്ടാല് അയാളേത് രാജ്യക്കാരനാണ്, അയാളേത് മതക്കാരനാണ്, അയാളേത് ജാതിക്കാരനാണെന്ന് തീരുമാനിക്കുന്ന ഒരു നാറിയ സംഗീതമുണ്ടല്ല, ആ സംഗീതമാണ് ഈ രാജ്യത്തെ ഏറ്റവും അപകടകരമായ സംഭവം. ഇവന്റെ 2.5 മിനിറ്റ് കഥാപ്രസംഗത്തിൽ ഈ കുറ്റം ചെയ്ത ആ നാറികളായ സംഖ്യക്കെതിരെ ഒരക്ഷരം മിണ്ടിയില്ലെങ്കിലും ഈ കേസിൽ എവിടെയും പ്രതികളല്ലാത്ത കമ്മികളെയും കൊങ്ങികളെയും മുസ്ലിങ്ങളെയും നല്ലോണം കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇവൻ പറയുന്നു ലജ്ജ തോന്നുന്നു. നിന്റെയൊക്കെ ഈ നാറിയ ന്യായീകരണം കാണുമ്പോഴാണ് ചങ്ങായി ഒരു മനുഷ്യനെന്ന രീതിയിൽ എനിക്കൊക്കെ ലജ്ജ തോന്നുന്നത്, നിന്നെയൊക്കെ ഓർത്തിട്ട് ലജ്ജ തോന്നുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, രാംനാരായണൻ തനിയെ മരിച്ചതല്ല, സംഘികള് തല്ലിക്കൊന്നതാണ് ആ പാവത്തിനെ. അതുകൊണ്ട് ഇനിയും നീക്കേണ്ടല്ല ഇതുപോലത്തെ നാറിയ ന്യായീകരണങ്ങളുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക തന്നെ വേണം. അപ്പോഴേ വരും തലമുറക്ക് ഒരു സംഘി എങ്ങനെ ഇരിക്കുമെന്നോ ഒരാൾ സംഘി എന്തുകൊണ്ടാവാതിരിക്കണമെന്നോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.